ഹലോ ഫ്രണ്ട്സ്, എനിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വന്നിരിക്കുന്നത് ചുരുക്കിട്ടിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്കേർട്ടാണ്. ഞാനൊരു പ്ലെയിൻ ഫാബ്രിക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ വൈറ്റ് കളർ ലേസും കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു തുണീനെ എങ്ങനെയാണ് മടക്കണേന്ന് നോക്കാം. അപ്പോൾ 1 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി വരുന്നത് 46 ഇഞ്ചാണ്. അപ്പോൾ വീതി കൂടിയ ഭാഗം എവിടെയാണ് വരണേന്ന് നോക്കാം. ആ ഭാഗം വേണം ഇതുപോലെ നമ്മൾ മടക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ സ്കേർട്ടിന് ലെങ്ത്ത് കിട്ടുക. കൂടുതൽ ലെങ്ത്ത് ആവശ്യമുള്ളവർ ഇതുപോലെ മടക്കാം. ഇല്ലെങ്കിൽ വീതി കുറഞ്ഞ ഭാഗം മടക്കിയാലും മതി. അപ്പോൾ നമുക്ക് കൂടുതൽ ചുരുക്കം കിട്ടും. അപ്പോൾ ഞാനിവിടെ 20 ഇഞ്ചാണ് ഈ ഒരു സ്കേർട്ടിന് ലെങ്ത്തായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തുണി മടക്കിയ ശേഷം വീതി കിട്ടുന്നത് നമുക്ക് 23 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 46 ഇഞ്ചാണ് കറക്റ്റ് വീതി കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സ്കേർട്ടിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ബാൻഡാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങളൊരു സ്കേർട്ട് എടുത്തിട്ട് ഫുൾ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 20 ഇഞ്ചാണ്. അതിൽ നിന്ന് വേസ്റ്റ് ബാൻഡ് കുറയ്ക്കുക. അത് ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 18.5 ഇഞ്ച് കിട്ടും വേസ്റ്റ് ബാൻഡ് കുറച്ചിട്ട്. ഇനി 18 ഇഞ്ചിൽ നിന്ന് ഒരു 2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്കേർട്ട് മടക്കി തയ്ക്കാനാണ്. താഴ്ഭാഗത്ത് നമുക്ക് മടക്കി തയ്ക്കണമല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20.5 ഇഞ്ച് കിട്ടും. അപ്പോൾ അത് വേണം നിങ്ങൾ ആദ്യം ഇതുപോലെ മാർക്ക് ചെയ്യേണ്ടത്. 18 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ബാക്കി തയ്യൽ തുമ്പ് കൊടുക്കുക 2 ഇഞ്ച്. ഇനി ഈ താഴ്ഭാഗത്തുള്ളത് വേസ്റ്റ് ബാൻഡായിട്ട് എടുക്കുക. അപ്പോൾ 2 ഇഞ്ചാണ് വേസ്റ്റ് ബാൻഡ് എന്ന് പറഞ്ഞല്ലോ, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 3 ഇഞ്ച് വേണം നമ്മൾ വേസ്റ്റ് ബാൻഡായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമ്മളിപ്പോൾ 20 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൽ ഈ 2 ഇഞ്ച് സ്കേർട്ട് മടക്കി പോകും. ബാക്കി ഈ 2 ഇഞ്ച് ഉണ്ടല്ലോ, അത് നമ്മൾ വേസ്റ്റ് ബാൻഡായിട്ട് കൊടുക്കും. അപ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് നമുക്ക് ലെങ്ത്ത് കിട്ടുന്നത്. ഇനി നമുക്ക് ആ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തു. പിന്നെ ഈ 2 തുണിയും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണി നല്ല വശം ചേർത്തിട്ട് ഈ ഒരു സൈഡ് ജോയിൻ ചെയ്യുക. മറ്റേ അറ്റം ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചുരുക്ക് ഇടാനുള്ള എളുപ്പവഴിയാണത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു നൂല് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചുരുക്ക് കിട്ടും. നിങ്ങൾക്ക് ഫ്ലീറ്റ്സ് ആണ് വേണ്ടെങ്കിൽ അതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ചുരുക്കിടുക. ഇനി നമ്മുടെ വേസ്റ്റ് ബാൻഡ് എടുക്കുക. ഈ വേസ്റ്റ് ബാൻഡിൻ്റെ നീളം വരുന്നത് 3 ഇഞ്ചാണ്. നമുക്ക് 2 ഇഞ്ചാണ് വേസ്റ്റ് ബാൻഡ് വേണ്ടത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 3 ഇഞ്ച് എടുക്കാം. ഇനി ഈ സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 22 ഇഞ്ചിൽ ഞാൻ ഈ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ വേണം നമ്മൾ ഈ ഒരു പാവാട ചുരുക്കിടേണ്ടത്, അതായത് 44 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ളും ഇതുപോലെ ചുരുക്കിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ വേസ്റ്റ് ബാൻഡ് ഈ ഒരു സ്കേർട്ടായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അറ്റഭാഗം ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അതും ഈ സ്കേർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് ആ ബാൻഡ് ഫുള്ള് അടിച്ചു കൊടുക്കാം. രണ്ടും നല്ല വശം ചേർത്ത് ഇങ്ങനെ നമ്മൾ അടിക്കാം, അറ്റം വരെ അടിക്കാം. അപ്പോൾ ചുരുക്കിട്ട ശേഷം ഈ ഒരു വേസ്റ്റ് ബാൻഡിൻ്റെ നീളത്തിൽ എത്തുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ള് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഇതുപോലെ എടുത്തിട്ട് മടക്കി ഇവിടെ കൊണ്ടുവരാം. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് വേസ്റ്റ് ബാൻഡ് കിട്ടും. അപ്പോൾ ഈ ഒരു അറ്റഭാഗം ഞാൻ തയ്ച്ചതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. തുണി ജസ്റ്റ് ഇതുപോലെ മടക്കി തയ്ച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വേസ്റ്റ് ബാൻഡ് വരിക. ഇനി ഇവിടെ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നീളം വരുന്നത് 22 ഇഞ്ചാണ്. 21 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്, പ്ലസ് 1 ഇഞ്ച് നമുക്കിവിടെ തയ്ക്കാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ 22 ഇഞ്ച് എടുത്ത് ഇതിൻ്റെ അറ്റത്ത് ഒരു പിൻ കുത്തിയിട്ട് ഈ വേസ്റ്റ് ബാൻഡ് ഉള്ളിൽ കൂടെ ഇതുപോലെ നമ്മൾ ചുറ്റി കൊണ്ടുവരാം.
എന്നിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം ഈ ഒരു ഇലാസ്റ്റിക് അടക്കം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോണത്. അതിനാണ് ഞാൻ ഇവിടെ 1 ഇഞ്ച് ഞാൻ വെട്ടിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗമാണ് അടിക്കാനുള്ളത്. അപ്പോൾ ഈ തുണീനെ ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് ഈ ഒരു അരികു ഭാഗം അടിച്ചു പോവാം. അപ്പോൾ ഇലാസ്റ്റിക് അടക്കം നിങ്ങൾ ഈ ഒരു സൈഡ് ഭാഗം അടിച്ചു പോകണം കേട്ടോ. എന്നിട്ട് നമ്മൾ നോക്കാം നമുക്ക് വേസ്റ്റ് ബാൻഡ് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന്. അതനുസരിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം. നമുക്ക് ലെങ്ത്ത് വേണ്ടത് 20.5 ഇഞ്ചാണ്. അപ്പോൾ അതിവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. ചുറ്റും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. റോങ് സൈഡിലേക്കാണ് നമ്മൾ മടക്കി തയ്ച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫുള്ളും നമ്മൾ 2 സൈഡ് ഭാഗം താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് കളറ് ലേസ് കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു പാവാടയ്ക്ക് ഒരു ഫിനിഷിങ് വരണത്. അപ്പോൾ നമുക്ക് ഇതിന് മാച്ച് ചെയ്തിട്ട് വൈറ്റ് അക്കോബ ടോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇവിടെ ഇതുപോലെ ചുറ്റി ഞാൻ തയ്ച്ചു കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റിയ ഒരു സ്കേർട്ടാണ് ഈ ചുരുക്കിട്ടിട്ടുള്ള പാവാട. അപ്പോൾ എല്ലാവരും ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഏജ് വരുന്നത് 7 to 8 ഇയേഴ്സ് ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ